Hi students, welcome to our next session. In this session, we can discuss about the second part of labor. The second part of labor discuss about labor turnover. We have already learned the topic in HRM. What do you mean by labor turnover? Labor turnover, also known as staffing turnover. It refers to the ratio of a number of employees who leave a company through attrition, dismissal, or resignation to the total number of employees on the payroll in that period. Labor turnover, also known as staffing turnover. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ലേബർ ടേൺ ഓവർ അല്ലെ. HRM-ൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലേബർ ടേൺ ഓവർ. വാട്ട് യു മീൻ ബൈ ലേബർ ടേൺ ഓവർ? ലേബർ ടേൺ ഓവറിനെ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റാഫിംഗ് ടേൺ ഓവർ. സ്റ്റാഫിംഗ് ടേൺ ഓവർ ഇറ്റ് റെഫേഴ്സ് ടു ദ റേഷ്യോ ഓഫ് എ നമ്പർ ഓഫ് എംപ്ലോയീസ് who leave a company through dismissal, resignation to the total number of employees on the payroll in that period. ഒരു പർട്ടിക്കുലർ പീരിയഡിൽ എത്ര നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിസ്മിസൽ വഴിയായി അല്ലെങ്കിൽ റെസിഗ്നേഷൻ വഴിയായിട്ടൊക്കെ നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് ലീവ് ചെയ്ത് പോയിട്ടുണ്ട്, അതിന് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അതാണ് ലേബർ ടേൺ ഓവറിനകത്ത് നമ്മൾ പറയുന്നത്. The employee may leave due to several reasons. അല്ലേ, നമുക്കറിയാം ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷൻ ലീവ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് റീസൺസ് അതിന്റെ പുറകിൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള റീസൺസ് ആയിരിക്കാം, ചിലപ്പോൾ ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നുള്ള റീസൺസ് ആയിരിക്കാം. അങ്ങനെ പല റീസൺ കൊണ്ട് എംപ്ലോയീസ് മേ ലീവ് ഫ്രം ദയർ workplace. This is called labor turnover. Labor turnover denotes the percentage change in labor force of an organization. ഒരു ഓർഗനൈസേഷന്റെ ലേബർ ഫോഴ്സിൽ വരുന്ന ആ മാറ്റങ്ങളുടെ പെർസെൻറ്റേജ് ചേഞ്ചിനെയാണ് നമ്മൾ പറയുന്നത് ലേബർ ടേൺ ഓവർ. വർക്ക് ഫോഴ്സിൽ വരുന്ന ആ പെർസെൻറ്റേജ് ചേഞ്ച് ആണ് ലേബർ ടേൺ ഓവർ. ഹൈ പെർസെൻറ്റേജ് ഓഫ് ലേബർ ടേൺ ഓവർ ഡിനോട്ട്സ് ദാറ്റ് ദ ലേബർ ഈസ് നോട്ട് സ്റ്റേബിൾ. ഇപ്പൊ ലേബർ ടേൺ ഓവർ കൂടുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് അവർ ലേബർ ഫോഴ്സ് ഈസ് നോട്ട് സ്റ്റേബിൾ. ലേബർ പെർസെൻറ്റേജ് ഹൈ ലേബർ ടേൺ ഓവർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വരുന്നു പോകുന്നു, ആ റേറ്റ് കൂടുകയാണ് ഓർഗനൈസേഷനിൽ എന്ന് പറഞ്ഞാൽ ലേബർ ഫോഴ്സ് പെർമനന്റ് അല്ല, ഇറ്റ്സ് നോട്ട് സ്റ്റേബിൾ. ദ ലേബർ ടേൺ ഓവർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ number of replaced worker divided by total number of workers into 100. എത്ര പേരെ നമ്മൾ റീപ്ലേസ് ചെയ്തു ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 100. Then there are so many causes of labor turnover. ഈ ലേബർ ടേൺ ഓവറിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. എനിവേ ദീസ് കോസസ് ആർ ഡിവൈഡഡ് ഇൻ ടു 3. ഫസ്റ്റ് വൺ, പേഴ്സണൽ കോസസ്, അൺഅവോയ്ഡബിൾ കോസസ് and avoidable causes. Personal causes, unavoidable causes and avoidable causes. The personal causes are the causes from the employee. ആ എംപ്ലോയിയുടെ ഭാഗത്തു നിന്ന് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാരണങ്ങളാണ് ഈ പേഴ്സണൽ കോസസിനകത്ത് ഉണ്ടാവുക. What are the personal causes? They are death, ill health, dislike for the job, marriage of women workers, retirement, family problems, etc. These are all personal causes of an employee. ഡെത്ത് വരാം, ഇൽ ഹെൽത്ത് വരാം, ദെൻ ജോബ് ഇഷ്ടപ്പെടാതെ വരുന്ന പ്രശ്നങ്ങൾ, അവരുടെ മാരേജ്, ഇപ്പോൾ ലേഡി സ്റ്റാഫൊക്കെ ആണെങ്കിൽ അവരുടെ മാരേജ്, റിട്ടയർമെന്റ് ഏജ് എത്തുമ്പോൾ അവർ വിട്ടു പോകുന്നത്, അത് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല, പേഴ്സണൽ കോസസും ആണ്. ഫാമിലിയിൽ വരുന്ന പ്രോബ്ലംസ്. ദെൻ നെക്സ്റ്റ് കോസ് ഈസ് അൺഅവോയ്ഡബിൾ കോസസ്. വി കാണ്ട് അവോയ്ഡ് ദാറ്റ് കോസസ്. നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങളാണ്. First one, due to insubordination. Due to insubordination. What do you mean by insubordination? Insubordination means willfully disobeying the orders of a supervisor. ഒരു സൂപ്പർവൈസറുടെ അല്ലെങ്കിൽ ഒരു എംപ്ലോയറുടെ ഓർഡേഴ്സ് ഒക്കെ ഡിസ്ഒബേ ചെയ്യുക, അനുസരിക്കാതിരിക്കുക എംപ്ലോയീസ്, അതിനെയാണ് ഇൻസബോർഡിനേഷൻ എന്ന് പറയുക. ഇൻസബോർഡിനേഷൻ മീൻസ് ഡിസ്ഒബേയിങ് ദി ഓർഡേഴ്സ് ഓഫ് എ എംപ്ലോയർ ഓർ സൂപ്പർവൈസർ. ഒരു എംപ്ലോയറുടെ അല്ലെങ്കിൽ സൂപ്പർവൈസറുടെ ഓർഡേഴ്സ് ഒക്കെ ഡിസൊബേ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻസബോർഡിനേഷൻ എന്ന് പറയാം.
Then the second one, due to lack of attention to duty. ഡ്യൂട്ടിയിൽ അറ്റൻഷൻ ഇല്ലാതിരിക്കുക. ദെൻ ഡ്യൂ ടു ഇമ്മോറൽ ക്യാരക്ടർ, അയാളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഇമ്മോറൽ സൈഡ് ആണ് അയാളുടെ പ്രോബ്ലം എങ്കിൽ. ദെൻ ഡ്യൂ ടു ആക്സിഡൻസ്, എന്തെങ്കിലും ആക്സിഡൻസ് മൂലം. ഇത്രയും കാരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ദെൻ നെക്സ്റ്റ് വൺ, അവോയ്ഡബിൾ കോസസ്. ഇൻ സം കോസസ് വി ക്യാൻ അവോയ്ഡ് ദാറ്റ് ഇഫക്ട്സ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചില ഇഷ്യൂസിൽ ഒഴിവാക്കാൻ പറ്റുന്ന പല കാരണങ്ങളുണ്ട്. ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഇഫർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായിട്ടുള്ള ചില കോസസ് ഉണ്ട്. ദേ ആർ ലാക്ക് ഓഫ് ജോബ് സെക്യൂരിറ്റി. എംപ്ലോയീസിന് നമുക്കൊരു ജോബ് സെക്യൂരിറ്റി കൊടുക്കുക, പ്രൊവിഡന്റ് ഫണ്ട്, ഇൻഷുറൻസ്, അങ്ങനെയുള്ള ജോബ് സെക്യൂരിറ്റി കൊടുക്കുകയാണെങ്കിൽ അതില്ലാതെ വരുമ്പോഴും ആളുകൾ ജോബിൽ നിന്ന് വിട്ടുപോകുന്നത്. ഇപ്പൊ എന്താ സെക്യൂരിറ്റി ഉള്ളതെന്ന് നമ്മൾ ചോദിക്കില്ലേ, അതുപോലെ അപ്പൊ അങ്ങനെയുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മളുടെ ഫേമിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ലാക്ക് ഓഫ് പ്രോപ്പർ ട്രെയിനിങ് ഫെസിലിറ്റീസ്. ഇപ്പോൾ ഓർഗനൈസേഷൻ ട്രെയിനിങ് ഫെസിലിറ്റീസ് ഒന്നും കൊടുക്കുന്നില്ല, അങ്ങനെയാണെങ്കിലും എംപ്ലോയി മേ ലീവ് ഫ്രം ദിയർ ഓർഗനൈസേഷൻ. പക്ഷെ ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓർഗനൈസേഷൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും മറ്റുമൊക്കെ സാധിക്കും. ദെൻ ലാക്ക് ഓഫ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ്. പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ വരുമ്പം ആളുകൾ ലീവ് ചെയ്തു പോകാറുണ്ട്. അതും ഒരു ഓർഗനൈസേഷന് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ലാക്ക് ഓഫ് മെഡിക്കൽ ഫെസിലിറ്റീസ്. മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടും ചിലപ്പോൾ എംപ്ലോയീസ് മേ ലീവ് അവർ ഓർഗനൈസേഷൻ. ദിസ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. These are the various causes of labor turnover. Then how we can measure the labor turnover? നമുക്ക് എങ്ങനെ ഈ ലേബർ ടേൺ ഓവറിനെ മെഷർ ചെയ്യാൻ പറ്റും? There are 3 methods for measuring labor turnover. First one, separation method, replacement method and flux method. Separation method. Under separation method, labor turnover can be calculated as is equal to number of employees left during the period divided by average number of employees during a period. എത്ര എംപ്ലോയീസ് നമ്മളുടെ ഓർഗനൈസേഷൻ വിട്ടുപോയിട്ടുണ്ട്, നമ്പർ ഓഫ് എംപ്ലോയീസ് ലെഫ്റ്റ് ഡ്യൂറിങ് എ പീരീഡ്, ഒരു പർട്ടിക്കുലർ പീരീഡിൽ എത്ര പേര് ഓർഗനൈസേഷൻ ലെഫ്റ്റ് ചെയ്തു, ഡിവൈഡഡ് ബൈ എത്ര വർക്കേഴ്സ് ഉണ്ട്, ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിങ് എ പീരീഡ് ഇൻറ്റു 100%ലാണ് കാണുക. ദെൻ റീപ്ലേസ്മെന്റ് മെത്തേഡ്. Replacement method, we can calculate labor turnover under replacement method is equal to number of workers replaced during a period. ഒരു വർഷത്തിലെ ഒരു പീരിയഡില് എത്ര വർക്കേഴ്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിങ് എ പീരിയഡ് ഇൻറ്റു 100. Then flux method, it's a combination of the above 2 methods. Under flux method, we can calculate labor turnover is equal to number of separations plus number of additions divided by average number of employees during a period into 100. Number of separation നമുക്കറിയാം എത്ര പേര് വിട്ടുപോയി, പ്ലസ് നമ്പർ ഓഫ് അഡീഷൻ എത്ര പേര് നമ്മൾ റീപ്ലേസ് ചെയ്തു, ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഡ്യൂറിങ് എ പീരിയഡ് ഇൻറ്റു 100. Then we can say that what are the effects of labor turnover. ഈ ലേബർ ടേൺ ഓവറിന്റെ ഇഫക്ട്സ് എന്താണ്, ഇങ്ങനെ ആളുകൾ ഇടയ്ക്കിടെ വിട്ടുപോയി കഴിഞ്ഞാൽ വാട്ട് ആർ ദ ഇഫക്ട്സ് ഓഫ് ലേബർ ടേൺ ഓവർ ടു അവർ ഓർഗനൈസേഷൻ? We can say that disturbance in production. പ്രൊഡക്ഷനിൽ തടസ്സങ്ങൾ വരും. fall in production കുറയും. Then increased cost of selection, training, etc. ഇടയ്ക്കിടെ ആളുകൾ വിട്ടുപോകുമ്പോൾ അതനുസരിച്ച് ആളുകളെ എടുക്കേണ്ടി വരും, അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. Then low efficiency of the new workers. പുതിയ വർക്കർ വരുമ്പോൾ അവരുടെ എഫിഷ്യൻസി അത്രയധികം ഉണ്ടായിരിക്കില്ല. Then next one, increase in wastage, scrap, spoilage, defective, etc. പുതിയ ആളുകൾ വരുന്നു കഴിയുമ്പം നമ്മുടെ പ്രൊഡക്ഷനിൽ കുറെ മിസ്റ്റേക്സ് വരാനുള്ള സാധ്യതയുണ്ട്. Then may it leads to increase of wastage. അവർക്ക് അറിയുന്നില്ല എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അപ്പൊ വേസ്റ്റേജ്, സ്ക്രാപ്പ്, സ്പോയിലേജ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ കൂടുകയാണ്. ദെൻ ഡാമേജ് ടു ടൂൾസ് ആൻഡ് മെഷീനറീസ്. അവർ പുതിയ ആളുകളാണ്, ട്രെയിനിങ് കിട്ടിയിട്ടില്ല എങ്കിൽ ടൂൾസും മെഷീനറീസും ഒക്കെ അവര് ഡാമേജ് വരുത്താനുള്ള സാധ്യതയുണ്ട്. ആക്സിഡന്റ് റേറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. ലോ ക്വാളിറ്റി പ്രോഡക്ട്സ്. ദീസ് ആർ ഓൾ ദ ഇഫക്ട്സ് ഓഫ് ലേബർ ടേൺ ഓവർ. താങ്ക് യു ഓൾ.